ഉദ്ഘാടനം നിർവഹിച്ചതോടെ കേരളത്തിലെ ആദ്യ എയ്റോ പാർക്കിനാണ് സിയാൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. വ്യോമയാന രംഗത്ത് കേരളത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സുപ്രധാന പദ്ധതിക്ക് കൂടിയാണ് ഇതോടെ തുടക്കമായിരിക്കുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പുതിയൊരു വികസന കുതിപ്പാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇവിടെ പങ്കെടുത്ത എല്ലാവരും അതീവ സന്തുഷ്ടരാണ്. ഇതിനെക്കുറിച്ച് അറിയുന്നവരും എല്ലാം വലിയ തോതിൽ സന്തോഷിക്കും. അതാണ് ഏതൊരു വികസനത്തിൻ്റെയും പ്രത്യേകത. വിമാനത്താവളം വിമാനങ്ങൾ വരികയും പോവുകയും അതിനാവശ്യമായ മിനിമം സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ആദ്യഘട്ടത്തിലുണ്ടാവുക. പക്ഷേ കാലാനുസൃതമായ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് എവിടെയും ബാധകമായ പൊതുതത്വമാണ്. ഈ കാലാനുസൃതമായ മാറ്റം സിയാൽ ഭംഗിയായി നിർവഹിച്ചു എന്നതാണ് സിയാലിന്റെ വിജയരഹസ്യം. സിയാലിനെ ഒരു വിമാനത്താവളം എന്നതിൽ നിന്ന് സമ്പൂർണ്ണ ഏവിയേഷൻ ഇക്കോസിസ്റ്റമായി വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സിയാൽ എയ്റോ പാർക്കിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. IT പാർക്ക് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടവും എയ്റോ സിറ്റി ഉൾപ്പെടുന്ന മൂന്നാം ഘട്ടവും ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏവിയേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ, ട്രെയിനിംഗ്, ടെക്നിക്കൽ സപ്പോർട്ട് സർവീസുകൾ എന്നിവയ്ക്കായി ഒരു പ്രത്യേക മേഖല എന്ന നിലയിലാണ് എയ്റോ പാർക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും MRO വിഭാഗങ്ങൾക്കും പുറമെ 101 കോടി രൂപയുടെ പുതിയ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിമാന അറ്റകുറ്റപ്പണികൾക്കുള്ള സംവിധാനങ്ങൾ, വിമാന പാർക്കിംഗ്, എഞ്ചിൻ സ്റ്റോറേജ്, ട്രെയിനിംഗ് ഹാളുകൾ, ക്ലാസ് റൂമുകൾ എന്നിവ ഉൾപ്പെടെ സമഗ്ര സൗകര്യങ്ങളാണ് എയ്റോ പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത്. എയ്റോ പാർക്കിൽ നിന്ന് എയർപോർട്ടിന്റെ ഓപ്പറേഷണൽ ഏരിയയിലേക്കും സിറ്റി സൈഡിലേക്കുമുള്ള നേരിട്ടുള്ള കണക്ടിവിറ്റിയും ഒരുക്കിയിട്ടുണ്ട്. പുതിയ പദ്ധതിയിലൂടെ നേരിട്ട് 2000-ഓളം പേർക്കും അതിന്റെ 3 ഇരട്ടി പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുള്ള കേന്ദ്രമായി എയ്റോ പാർക്ക് മാറും. എയ്റോ പാർക്കിൽ പുതുതായി ചേർത്ത 40,000 ചതുരശ്ര അടിയിൽ 30 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച CIASL ബിസിനസ് സെന്റർ, 13 കോടി രൂപ ചെലവിൽ ഒരുക്കിയ ടെക്നിക്കൽ സർവീസസ് ഫെസിലിറ്റി, 2 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ബ്രീത്തിംഗ് അപ്പാരറ്റസ് ട്രെയിനിംഗ് ഗാലറി എന്നിവ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. 45 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മൂന്നാമത്തെ ഹാങ്ങറിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിനൊപ്പം അണ്ടർ വാട്ടർ റെസ്ക്യൂ ട്രെയിനിംഗ് ഫെസിലിറ്റിയും ഫയർ ഫൈറ്റിംഗ് ട്രെയിനിംഗ് സംവിധാനങ്ങളുടെയും നിർമ്മാണ ഉദ്ഘാടനവും നടന്നു.